അപ്പോൾ എസ്റ്റേറ്റിൻ്റെ പുറത്തുള്ള വഴി നമ്മൾ എത്തി. അതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. അമ്പനാട് എസ്റ്റേറ്റിൻ്റെ അകത്താണ്. കാരണം ഇവിടെ ഇങ്ങോട്ട് ആരെയും കയറ്റി വിടാറില്ല. നമ്മുടെ കൂടെ ഒരു ചേട്ടൻ, ഇപ്പുറത്ത് താഴെയാണ് ചേട്ടൻ്റെ വീട്. ചേട്ടൻ താഴെ കൂടെ ഇറങ്ങിപ്പോയി. ചേട്ടൻ പറഞ്ഞിട്ടാണ് നമ്മൾ അകത്തോട്ട്. ചേട്ടൻ്റെ കൂടെ വന്ന ആളാണ്, ചേട്ടൻ്റെ വീട്ടിൽ വന്ന ആളാന്ന് പറഞ്ഞാണ് നമ്മൾ അകത്തോട്ട് കയറ്റിയത്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കി വിശേഷങ്ങൾ പുറത്തു നിന്നിട്ട് കാണാം. കാരണം ഇവിടെ അകത്ത് കുറേ പേര് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇന്നലെ വരെ ആന ഇറങ്ങിയ സ്ഥലമാണ് ഇവിടെ എല്ലാം. ഇവിടെ അപ്പുറത്തൊരു മരം ഒടിച്ചിട്ടേക്കുന്നു. ഹലോ യൂട്യൂബ്, വെൽക്കം ടു വിക്കി വ്ലോഗ്സ്. നമ്മുടെ ചാനലിൽ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ടു വിക്കി വ്ലോഗ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രാവൽ വ്ലോഗ്. ഇന്ന് നമ്മൾ പുല്ലൂരിനടുത്തുള്ള ഒരു അമ്പനാട് എസ്റ്റേറ്റ്, ടീ എസ്റ്റേറ്റ്, അതായത് കേരളത്തിലെ മിനി മൂന്നാർ എന്നറിയപ്പെടുന്ന അമ്പനാട് എസ്റ്റേറ്റിലേക്കാണ് നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുന്നത്. അപ്പം അവിടെ എത്തിയിട്ട് കാണാം ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ ഗായ്സ്, നമ്മൾ കണ്ട കഴുത്തുരുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റിലോട്ട് എടുത്തേക്കാണ്. ഇവിടുന്ന് ഒരു 7.8 കിലോമീറ്ററോ 8 കിലോമീറ്റേഴ്സിന് ഉള്ളിലേ ഉള്ളൂ അമ്പനാട് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഒരു നല്ലൊരു വൈബും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കണ്ടോ, ഫുള്ള് കാടും. ഇവിടെ കൊക്കോ മരമാണെന്ന് തോന്നുന്നു ഈ നിൽക്കുന്നത്. കൊക്കോ പഴത്തിൻ്റെ ഗായ്സ്, കൊക്കോ പഴത്തിൻ്റെ മരമാണ്. സാധാരണ ഇതൊക്കെ നമ്മൾ കാണണമെങ്കിൽ ഇടുക്കിയിലോ പത്തനംതിട്ട ആ ഭാഗത്തൊക്കെ ചെന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലും ഉണ്ട്. അപ്പോൾ ബാക്കി മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് വ്ലോഗ് ചെയ്യാം. ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടെന്നാണ് ഒരു വിശ്വാസം. ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. ഫുള്ള് റബ്ബർ മരങ്ങളും കാര്യങ്ങളും ആണ് ഇതുവരെ. ബാക്കി നമ്മൾ മുന്നോട്ട് പോയി നോക്കട്ടെ. ഞാൻ കാരണം വന്നിട്ട് കുറേ നാളായി. ഞാൻ വന്നിട്ട് ഒരു 4 കൊല്ലത്തിന് മേളിലായി ഇവിടെ വന്നിട്ട്. വെള്ളം ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടുന്ന് അത്യാവശ്യം ദൂരം ഉണ്ട്, ഒരു 8 കിലോമീറ്ററിനകത്തുണ്ട്. വെള്ളമാണ് കേസ് ഇവിടുന്ന് ഒഴുകി വരുന്നത്. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ വന്നപ്പോഴത്തേക്ക് വൈകിപ്പോയെന്ന് തോന്നുന്നു. വെയിൽ വന്നു. കാരണം രാവിലെ കുളിച്ചൊരുങ്ങി ഇരുന്ന് 5:45 ഇറങ്ങാന്ന് പറഞ്ഞിരുന്നതാണ്. 5:45 ഒരു മഴ പെയ്യുന്നു 7:15 വരെ മഴ പെയ്യുന്നു. പിന്നെ അവസാനം 7:15 പൊടിച്ചോണ്ടിരുന്നപ്പോ നമ്മൾ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി. എന്തായാലും ഇപ്പൊ ഇവിടുന്ന് ഒരു നല്ലൊരു വ്യൂ കിട്ടിയിട്ടുണ്ട്. കാണുന്നുണ്ട്, ഇവിടുന്ന് എല്ലാം കോട മഞ്ഞ് കയറി കിടക്കുകയാണ്. അത് മാത്രല്ല അവിടുന്ന് ഒരു വെള്ളം ഒഴുകി, തോടാണോ ആറാണോ അറിയാൻ വയ്യ. പക്ഷെ എന്തായാലും തോടിന്റെ അത്രയുള്ള ഒരു ആറ് ഒഴുകി വരുന്നുണ്ട്. തോടിന്റെ അത്രയുള്ള, പക്ഷെ റോഡിൽ ഫുള്ള് വെള്ളമാണ് കാഴ്ച. നിങ്ങൾ ആ വ്യൂ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. കാരണം എനിക്ക് അവസാനം ക്യാമറ വെച്ചേക്കുമല്ലേ, അവസാനം ഇതെല്ലാം കഴിഞ്ഞ് എഡിറ്റിംഗ് ടൈമിലായിരിക്കും ചിലപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. കിട്ടിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാഴ്ച. വെറുതെ അലച്ചോണ്ട് ഇത്രയും ദൂരം വന്നിട്ടും വെറുതെ സംസാരിച്ച് ആയിട്ടടിച്ചിട്ട് ഇവിടം വരെ നമ്മൾ വരും. വന്നിട്ട് എത്തുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാവുന്നത് ഓഡിയോ റെക്കോർഡ് ആയിട്ടില്ല, വീഡിയോ കറക്റ്റ് ആയിട്ടില്ല, കറക്റ്റ് അത് വ്യൂ കിട്ടിയിട്ടില്ല എന്നൊക്കെ. അപ്പൊ നമ്മള് എത്താറായി എന്നാണ് ഏകദേശം തോന്നുന്നത്. പക്ഷെ നമ്മളിനി മേലോട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ വയ്യ. പക്ഷെ വ്യൂ ഒരു രക്ഷയില്ല ഗൈസ്. നല്ല വ്യൂ ആണ്, നല്ല മഞ്ഞ്.
കാര്യങ്ങൾ. ഗായ്സ് സോളാറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. സോളാറൊക്കെ വെച്ചിട്ടുണ്ട്. ആണോ ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ആറ്. ഈ പോയിട്ടുണ്ട്. ഇത് എസ്റ്റേറ്റിലേക്കുള്ള വഴിയാന്ന് തോന്നുന്നു. ഇത് മറ്റേ കൈതച്ചക്കയുടെ എസ്റ്റേറ്റ്. ഇവിടൊക്കെ ആൾ താമസം ഉണ്ടായിരിക്കും, കാണുമായിരിക്കില്ല. വൈകിട്ട് ആൾ താമസം കാണും. ഇവിടെ വീടുകളും ഉണ്ട്, കുറച്ച് വീടുകളും കാര്യങ്ങളും ഉണ്ട്. ഒരു അമ്പലം. ഓ, അങ്ങനെ നമ്മൾ ഒരു വിധത്തില് അമ്പനാട് ഹിൽസ് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലേ, അത്യാവശ്യം നല്ല വ്യൂ പോയിന്റ് ആണ്. ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ടിങ്, അമ്പനാടിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങുവാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാഴ്ചകൾ കാണാം. പക്ഷെ ഫുള്ള് കൈതയാണ് ഗൈസ്, കൈത. തേയിലത്തോട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഏത് സൈഡിലാണ്? പക്ഷെ ഫുള്ള് റോഡിന് നടുക്കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി പോകും കേട്ടാ. ഫുള്ള് എവിടെ ഒരു മയില് കരയുന്നു ഗൈസ്. സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്നറിയാൻ വയ്യ, പക്ഷെ ഇവിടെ ഒരു മയില് കരയുന്നുണ്ട്. ഇവരെല്ലാം എസ്റ്റേറ്റിലെ ജോലിക്കാരാണെന്ന് തോന്നുന്നു. ഇവർക്കെല്ലാം സ്റ്റേ ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും കത്തിയും കൊടുവാളും ഉണ്ട്. എല്ലാവരും എസ്റ്റേറ്റിലെ ജോലിക്കാരാണേ. ഐസ്ഫീൽഡ് എസ്റ്റേറ്റ് ആണ്ടാണ്ട് നമ്മുടെ കൂടെ ഒരു തോടൊഴുകി പോവാണ്. അത്യാവശ്യം വെള്ളം ഉണ്ട്. അത്യാവശ്യം തമിഴ്നാട് ടച്ചാണ് ഗൈസ്. ഈ എസ്റ്റേറ്റ് കഴിഞ്ഞ് അപ്പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ തമിഴ്നാടാണ്. പക്ഷെ ഇതുവഴി ആരെയും അപ്പുറത്തോട്ട് കടത്തി വിടത്തില്ല. അതാണ്. എല്ലാം താമസക്കാരുണ്ട്. 1, 2, 3 വീട്, കുറച്ച് വീടുകളേ ഉള്ളൂ ഗൈസ്. തോനെ വീടൊന്നുമില്ല. ഓ, സ്ലിപ്പറിയാണ്. ടയറാണെങ്കിൽ ഇല്ല. ചിലപ്പോ കറങ്ങുവാണ് ഗൈസ്, ചുമ്മാണെന്ന്. അത്രയ്ക്ക് നമ്മുടെ ടയർ ഷോ ആണ്. ഇല്ല, കൊള്ളാണ്ടോ, നല്ല കുത്തനെ ഉണ്ട്. ഇത്തിരിയുടെ മുന്നോട്ട് പോയാൽ നമുക്കറിയായിരിക്കും എന്താ അവസ്ഥ, എന്താ കാണാൻ പറ്റുന്നതെന്ന് അറിയാം. പക്ഷെ അത്യാവശ്യം നല്ല വെയിലുണ്ട്. 9:30 ആയപ്പോ നമ്മൾ എത്തി. 9:30 വരെ നല്ല 9:30 അടിക്കുന്ന വെയിലാണിത്. കണ്ടോ, 9:30 10 മണിക്കകത്ത് അടിക്കുന്ന വെയിലാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങോട്ട് പോകപ്പോ എങ്ങനെ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയാൻ വയ്യ. പക്ഷെ മഞ്ഞൊന്നും കാണുന്നില്ല, മഞ്ഞൊന്നുമില്ല, ഇതുവരെ കണ്ടില്ല. നമ്മൾ ദൂരെ ലോങ്ങിൽ നമ്മൾ താഴെ ലൊക്കേഷൻ കാണിച്ചില്ലേ, ആ ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ മഞ്ഞായിട്ട് കണ്ടത്. പിന്നെ നമ്മൾ മഞ്ഞ് കണ്ടില്ല ഇതുവരെ. നമുക്ക് നോക്കാം, മുന്നോട്ട് പോകുമ്പോ ചിലപ്പോ കാണാൻ സാധ്യത ഉണ്ടായിരിക്കും. പക്ഷെ സീനാണ് ഈ ചള്ളക്കകത്തൂടെ പോന്നേ. വൻ സീനാണ്. കാരണം എന്ന് വെച്ചാല് വണ്ടി ടയർ കിടന്ന് കറങ്ങുവാ. കാരണം നമ്മൾ കണ്ട വെള്ളം നമ്മുടെ താഴെ കൂടെ ഒഴുകി വരുന്നു. മേളില് കോടമഞ്ഞൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് കോടമഞ്ഞാണത്. ഞാൻ കൂടെ ചെല്ലട്ടെ, ചെല്ലുമ്പോ ബാക്കി നോക്കാം നമുക്ക്. ഇവരെല്ലാം ഇവിടുത്തെ ലോക്കൽസ് ആണെന്നാണ് തോന്നുന്നത്. എസ്റ്റേറ്റിന്റെ അകത്തോട്ട് നമ്മൾ എത്താറായോ അറിയാൻ വയ്യ, നോക്കാം. എസ്റ്റേറ്റിന്റെ അകത്തോട്ട് വണ്ടി കിടത്തി വിടത്തില്ല എന്നായിരുന്നു. നമ്മള് കഴിഞ്ഞോട്ട് ഇവിടെ വന്നിട്ട് തിരിച്ചു പോയതായിരുന്നു ചെയ്തെന്ന് തോന്നുന്നു. നോക്കട്ടെ, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇല്ല, റോഡുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ലേബർ ക്ലബും കാര്യങ്ങളൊക്കെയാ. ബസ് സ്റ്റോപ്പ്. ഇതിന് ഇപ്പം ബസ് സർവീസ് ഉണ്ടല്ലേ. വൈകിട്ട് 4:15 4:30 കണ്ട ഒരു ബസ് KSRTC തെങ്കാശിന്ന് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇങ്ങോട്ടേക്കുള്ള.
വേറെ ബസ്സൊന്നും എനിക്കറിയാൻ വയ്യ. ഓ, വാരി വാരിയാണ് പോകുന്ന വണ്ടി ഓൾറെഡി. ആ, ഒരു ചേട്ടൻ നമ്മുടെ അടുത്ത് ലിഫ്റ്റ് ചോദിച്ചതാ. ചേട്ടൻ ലിഫ്റ്റ് കാണിക്കാം. മേലോട്ടാണോ? ഓക്കെ. അപ്പോൾ ചേട്ടൻ ഇവിടെ ഉള്ള എന്നാ തോന്നുന്നത്. ചേട്ടൻ ഇവിടെ ഉള്ളതല്ലേ? ചേട്ടൻ ഇവിടെ ഉള്ളതാണോ? ആണല്ലേ? കാർപ്പൻ്റർ ആണല്ലേ? ആ, ഓക്കെ. ഞാൻ കൊല്ലത്തുള്ളയാ. ആ, അപ്പോൾ നമുക്ക് ബാക്കി പൊളിഞ്ഞു കിടക്കുമല്ലോ, ഇതിലങ്ങ് പോകാനല്ലോ. ഓ, ആ, ആണല്ലേ? പരിചയമില്ല, കെട്ടിയെടുത്തില്ല. നമ്മൾ അമ്പനാട് എസ്റ്റേറ്റിൻ്റെ അകത്താണിത്. അമ്പനാട് എസ്റ്റേറ്റിൻ്റെ അകത്താണ്. കാരണം ഇവിടെ ഇങ്ങോട്ട് ആരെയും കയറ്റി വിടാറില്ല. നമ്മുടെ കൂടെ ഒരു ചേട്ടൻ, ഇപ്പുറത്ത് താഴെയാണ് ചേട്ടൻ്റെ വീട്. ചേട്ടൻ താഴെ കൂടെ ഇറങ്ങിപ്പോയി. ചേട്ടൻ പറഞ്ഞിട്ടാണ് നമ്മൾ അകത്തോട്ട്, ചേട്ടൻ്റെ കൂടെ വന്ന ആളാണ്, ചേട്ടൻ്റെ വീട്ടിൽ വന്ന ആളാന്ന് പറഞ്ഞാണ് നമ്മൾ അകത്തോട്ട് കയറ്റിയത്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കി വിശേഷങ്ങൾ പുറത്തു നിന്നിട്ട് കാണാം. കാരണം ഇവിടെ അകത്ത് കുറേ പേര് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇന്നലെ വരെ ആന ഇറങ്ങിയ സ്ഥലമാണ് ഇവിടെ എല്ലാം. ഇവിടെ അപ്പുറത്തൊരു മരം ഒടിച്ചിട്ടേക്കുന്നു ഇന്നലെ വരെ. അപ്പോൾ നമ്മൾ ബാക്കി വിശേഷങ്ങൾ ബാക്കി ഇറങ്ങിയിട്ട് കാണാം നമുക്ക്. അങ്ങനെ നമ്മൾ ഇത് അമ്പനാട് എസ്റ്റേറ്റിനകത്ത് കാണുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരാണ് ഇത് വരുന്നത്. ഇത് ഫുള്ള് കാപ്പിയാണ് ഈ സൈഡിൽ കാണുന്നത്. അകത്തോട്ട് അങ്ങനെ ആരെയും കടത്തിവിടാറില്ല. അകത്തോട്ട് നമ്മൾ ആരെങ്കിലും പരിചയമുള്ള ആരെങ്കിലും കിട്ടിയാൽ മാത്രമേ അകത്തോട്ട് കടത്തിവിടത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ചേട്ടൻ നമ്മൾ താഴെ നിന്ന് ലിഫ്റ്റ് ചോദിച്ചാണ്. ചേട്ടൻ ലിഫ്റ്റ് കൊടുത്തുകൊണ്ട് ചേട്ടൻ പറഞ്ഞു, മോനെ ഞാൻ ഇപ്പോൾ എസ്റ്റേറ്റിൽ നിന്നെ കാണിപ്പിക്കാം, എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഹായ്, എൻ്റെ കൂടെ വന്നാന്ന് പറഞ്ഞാൽ മതി, ഇന്നലെ മോനെ അകത്തോട്ട് കയറി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ്റെ ഒരു പിടിപാട് വെച്ചിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറിയത്. ഇത് ഫുള്ള് ഇവിടുത്തെ ആൾക്കാരുടെ താമസ കേന്ദ്രമാണ് കേട്ടാ. ഇവിടെ ഫുള്ള് പഴയ സെറ്റപ്പ് വീടുകളാണ് കണ്ടോ. മൊത്തം കല്ല് വെച്ച് പണിഞ്ഞ വീടുകളാണ്. കല്ല് വെച്ച് കരിങ്കല്ലുകളാണ് കണ്ടോ. ഈ പൊളിഞ്ഞു കിടക്കുന്ന വീട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫുള്ള് കരിങ്കല്ലുകളാണ്. പിന്നെ വേറൊരു കാര്യം, ഈ ചേട്ടൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ വരെ ഇന്നലെ ആന വന്നെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ഡേഞ്ചറാണ്. അപ്പം എത്രയും വേഗം നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുക, പോവുക, അതാണ് നമ്മുടെ ടാസ്ക് ഇപ്പം. കാരണം അത്യാവശ്യം നല്ലൊരു പീസ് മൈൻഡ്, നല്ലൊരു സ്ഥലം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. കുറച്ച് നേരം കണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇത് മേലോട്ടാണ് പോകുന്നത്. ഇനിയും മേലോട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനിയും നമ്മൾ പുറത്തോട്ട് പോകാനാണ്. കാരണം നമുക്കിവിടെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല guys. അപ്പൊ പുറത്തോട്ട് പോയേ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. 6 രൂപ അല്ലെങ്കിൽ ആ ചേട്ടനെ ഇപ്പൊ നമ്മൾ വീട്ടിൽ ഡ്രോപ്പ് ആക്കിയോണ്ട് 6 രൂപ വന്നയാ എവിടെ വന്നയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനൊന്നും ഇല്ല. അതാണ് സീനറി വരുന്നത്. ചേട്ടൻ ഇവിടുന്നാന്ന് തോന്നുന്നു പറഞ്ഞു അങ്ങോട്ട് പോരുത്, ഇങ്ങോട്ട് പോകണമെന്ന്. ഇത് പുറത്തേക്കുള്ള വഴിയാണ് guys. നമ്മളപ്പോ പുറത്തോട്ട് പോവുക. നിലവില് നമ്മള് വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ട് guys. അപ്പൊ നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങുവാണ്. അപ്പോൾ എസ്റ്റേറ്റിന് പുറത്തുള്ള വഴി നമ്മൾ എത്തി. ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു വ്യൂ കാണിച്ചു തരാം ഞാൻ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇവിടുന്ന് ഒരു വ്യൂ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഇതിനകത്ത് ക്യാമറയ്ക്കകത്ത് ചിലപ്പോൾ കിട്ടാത്തായിരിക്കും, പക്ഷെ നല്ലൊരു വ്യൂ ആണ്. നല്ല വ്യൂ പോയിൻ്റാണ്. താഴ്ചയുണ്ട്. താഴെ ഒരു കൊക്കയാണ്, വെള്ളം വരുന്നത് ഒരു കൊക്ക. ഗ്യാസിൻ്റെ കുറേ പേര് വേറെ വന്നു കഴിച്ചു, പക്ഷെ അവരെ ആരെയും അകത്തോട്ട് കയറ്റി വിട്ടില്ല കേട്ടോ. നമ്മൾ ആ ചേട്ടൻ്റെ കൂടെ വന്നുകൊണ്ടാണ് അകത്തോട്ട് കയറിപ്പോയത്. കാരണം പുറത്തായിരുന്നു കുറേ പേര്. പുറത്ത് നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക സെക്യൂരിറ്റി മാമാനായിട്ട്. സെക്യൂരിറ്റി മാമൻ പുള്ളിയുടെ ആരോ ഫ്രണ്ടും കണ്ടായിരുന്നു. അങ്ങനെ പുള്ളിയാണ് നമ്മളെ അകത്തോട്ട് കയറ്റാനായിട്ട് സഹായിച്ചത്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോ എൻഡ് ഓഫ് ദ സെക്ഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അമ്പനാട് വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. തോനെയൊന്നും പറയാനായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ട് കറങ്ങി വന്നു, അത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടനോട് തട്ടിയിടുക. അപ്പോൾ താങ്ക് യു ഗൈസ്.